ഓൺലൈൻ വിതരണക്കാരായ സൊമാറ്റോയുടെ 15 ലക്ഷം വരുന്ന ഡെലിവറി ഏജന്റുമാർ 2024 28,000 രൂപ പ്രതിമാസ വരുമാനം നേടിയതായി സിഇഒ ദീപീന്ദർ ഗോയൽ. മിക്കവരും രണ്ടാമതൊരു വരുമാനമുണ്ടാക്കാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരെന്നും ഗോയൽ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരുടെ എണ്ണം 11 കോടി കവിഞ്ഞു. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ 21 കോടി. 5 മാസത്തിനിടയിൽ മാത്രം എത്തിയ നിക്ഷേപകർ 1 കോടി. കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനത്തെ കണക്ക് പ്രകാരം കേരളത്തിന്റെ പൊതു കടബാധ്യത 4 ലക്ഷം കോടി കവിഞ്ഞതായി നിയമസഭയിൽ CAG റിപ്പോർട്ട്. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 36% കടബാധ്യത. നികുതി വരുമാനം 6.5% വർദ്ധിച്ചപ്പോൾ തന്നെയാണ് ഇത്. ദേശീയ ആരോഗ്യ മിഷൻ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിന് പണഞ്ഞെരുക്കം ഉണ്ടാവില്ലെന്നും ആരോഗ്യരംഗത്തിനായി ബജറ്റിൽ മതിയായ തുക വകയിരുത്തുമെന്നും മന്ത്രി പീയൂഷ് ഗോയൽ. സ്വർണ്ണവില കേരളത്തിൽ ഇതാദ്യമായി പവന് 60,000 രൂപ കടന്നു. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 7,525 രൂപയായി. ഇനിയും ഉയർന്നേക്കാമെന്ന് റിപ്പോർട്ടുകൾ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.